മേയർ വീണ്ടും കോംറേഡ്സിന് തലവേദനയാകുന്നു. തൃശൂർ മേയറുടെ ജീമാരോടുള്ള സ്നേഹം സൗഹൃദ സ്നേഹമാണോ അതോ രാഷ്ട്രീയ സ്നേഹമാണോ എന്നാണ് പലരുടെയും സംശയം. കൂരായണം ഇന്ന് അവതരിപ്പിക്കുന്ന കഥയുടെ പേര് ചോറെവിടെ കൂറെവിടെ. തൃശൂർ മേയറോടുള്ള ജീമാരുടെ ഒരു സ്നേഹം നമ്മൾ ശരിക്കും മനസ്സിലാക്കിയത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്തായിരുന്നു. എല്ലാവരും സ്വന്തം മുന്നണിക്ക് വേണ്ടി സംസാരിച്ചപ്പോ നമ്മുടെ തൃശൂർ മേയർ സംസാരിച്ചത് ആർക്ക് വേണ്ടിയാ? സുരേഷ് ഗോപിജിക്ക് വേണ്ടി. അന്ന് എന്തായിരുന്നു കളിയും ചിരിയും. അന്ന് നമ്മുടെ സുനിലേട്ടൻ ഈ കാഴ്ചക്ക് എങ്ങനെ കണ്ടു നിന്നാവോ. പിന്നെ മൂപ്പര് പാവം ഇതൊക്കെ സൗഹൃദ സന്ദർശനായിരിക്കുന്നു മനസ്സിൽ അങ്ങോട്ട് ഉറപ്പിച്ചു. പക്ഷെ പിന്നീടാണ് അവരുടെ സൗഹൃദത്തിന്റെ ആ ഒരു ആഴം നമ്മുടെ കോംറേഡ്സിന് മനസ്സിലായത്. തൃശ്ശൂർ ആളാണ് കൂടി ഉണ്ടല്ലോ. ഓക്കെ മീൻസ് ആള് ഫിറ്റാണ്, നോ പ്രോബ്ലം. എംപിക്ക് ആള് ഫിറ്റാണ്. നഗരസഭയിൽ ഒരാള് കയറി വരുമ്പോ, പ്രത്യേകിച്ച് ഒരു സ്ഥാനാർത്ഥി കയറി വരുമ്പോ മാന്യമായിട്ട് പെരുമാറാന്നുള്ളത് സ്വാഭാവികം. പക്ഷെ ഈ പൊക്കി പറയല് CPM-ന്റെ സപ്പോർട്ടോടെ അല്ലേ വർഗീസായിട്ടാ നിങ്ങള് മേയറായത്. എന്നിട്ട് BJP സ്ഥാനാർത്ഥിനെ ഇങ്ങനെ അങ്ങോട്ട് പൊക്കി പറയണായിരുന്നോ? MP ആവുക എന്ന് പറഞ്ഞത് ആർക്കും പറ്റുന്നൊരു സംഭവമല്ല. അതിന് കുറെ ക്വാളിറ്റികൾ ഉണ്ടാവണം, ജനം മനസ്സിനകത്ത് ഇറങ്ങിച്ചെല്ലണം. അങ്ങനെയുള്ളവരാണല്ലോ സ്വതവേ നമ്മൾ സെലക്ട് ചെയ്ത് വരുന്നത്. അത് അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടെന്നുള്ളത് നമ്മൾ കാലങ്ങളായിട്ട് കണ്ടുവന്നിട്ടുണ്ട്. ദാറ്റ് മീൻസ് അത് ആളതിന് ഫിറ്റാണ്. എന്നെ പൊക്കി പറഞ്ഞ് സോപ്പിടാനുള്ള പരിപാടിയാ കള്ളന്മാര്. മേയറുടെ സുരേഷ് ഗോപിജി സ്തുതി നാട്ടില് പാട്ടായപ്പോ തന്നെ പാർട്ടിയിൽ പൊട്ടിത്തെറി തുടങ്ങി. മേയർ സ്ഥാനം രാജിവെക്കണമെന്ന് CPI-ക്കാര് തീർത്തു പറഞ്ഞു. പിന്നെ അല്ലാണ്ട് CPI-യുടെ സുനിലേട്ടൻ ഇങ്ങനെ പന പോലെ നിൽക്കുമ്പോഴല്ലേ സുരേഷ് ഗോപിജിനെ മൂപ്പര് ഇങ്ങനെ പൊക്കി പറഞ്ഞത്. അവസാനം പാർട്ടിന്ന് പണി കിട്ടുന്നായപ്പോ മൂപ്പര് അപ്പറിന പ്ലേറ്റ് മാറ്റി. സുരേഷ് ഗോപിജിനെ ഞാൻ പൊക്കി പറഞ്ഞോ? എന്ന് എപ്പോ? ഞാൻ ഇടതുപക്ഷത്തിന്റെ കൂടെ തന്നെയാണ് നിൽക്കുന്നത്. ഇടതുപക്ഷം പറയുന്നത് അംഗീകരിച്ച് അതുമായി ചർച്ച ചെയ്ത് മുന്നോട്ട് പോകുക തന്നെയാണ് ഇതുവരെ ചെയ്തിട്ടുള്ളത്. ഇനിയും അങ്ങനെ തന്നെ ചെയ്യും. മേയർ ഇടതുപക്ഷത്തിന്റെ കൂടെയാണ്, പക്ഷെ BJP സ്ഥാനാർത്ഥിക്ക് വേണ്ടി സംസാരിക്കില്ലേ എന്ന് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോഴത്തേക്കും ഉള്ളി കലിപ്പായി. പിന്നെ ഒച്ചിറങ്ങി പോകായിരുന്നു. സുരേഷ് ഗോപി വരുന്ന സമയത്ത് കൂടെ വരാത്ത അല്ലെങ്കിൽ ഇല്ലാത്ത ഈ 24 ചാനലിൽ ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തതിൽ എനിക്ക് വളരെ ഖേദമുണ്ട് കേട്ടോ. അവരൊന്നും വന്നിട്ട് തന്നെയില്ല. എവിടെ നിന്ന് നിങ്ങൾക്ക് കിട്ടി ഇതുപോലെ ഒരു സംരംഭം നിങ്ങൾക്ക് ഇതുപോലെ നടത്താൻ കിട്ടി എന്ന് പറയുന്നത് തെറ്റായ ഒരു പരിപാടിയാണ്. ഖേദിക്കല്ലേ വർഗീസേട്ടാ, ഖേദിക്കല്ലേ എന്ന് പറഞ്ഞ് നമ്മുടെ കയ്യിലുള്ള ആ സ്തുതി പാടലിന്റെ തെളിവ് വീണ്ടും കാണിച്ചു കൊടുത്തു. അപ്പോഴാണ് പുള്ളിയുടെ കയ്യിൽ നിന്ന് ശരിക്കും പോയത്. കാരണം ഞങ്ങൾ ചെയ്തത് തെറ്റാണ്, തെറ്റായി പോയി. ഞങ്ങളിൽ നിന്ന് അത് പ്രതീക്ഷിച്ചില്ല. പുള്ളി ആ പോക്ക് പോകുമ്പോഴെങ്കിലും നന്നാവും നമ്മുടെ കോംറേഡ്സ് കരുതി. എവിടെന്ന് പിന്നീട് വാഴ്ത്തുപാട്ടിന്റെ ഒരു ഘോഷയാത്രയായിരുന്നില്ലേ. ആദ്യം സുരേഷ് ഗോപിജി വർഗീസേട്ടനെ പൊക്കി പറയും, പിന്നെ വർഗീസേട്ടൻ സുരേഷ് ഗോപിജിനെ പൊക്കി പറയും, പിന്നെയും വർഗീസേട്ടൻ സുരേഷ് ഗോപിജിനെ പുകഴ്ത്തും, സുരേഷ് ഗോപിജി തിരിച്ചും പുകഴ്ത്തും. അങ്ങനെ ലൂപ്പടിക്കായിരുന്നില്ലേ. ബഹുമാനപ്പെട്ട മേയർ അധ്യക്ഷത വഹിക്കുന്ന അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം പൂർണ്ണമായിട്ടും വേറെയാണ്. അതിന് ഞാൻ ബഹുമാനിക്കുന്നുണ്ട്. പക്ഷെ ആ രാഷ്ട്രീയത്തിൽ നിന്നുകൊണ്ട് ഒട്ടുമേ ഇഷ്ടമില്ലാത്ത എൻ്റെ രാഷ്ട്രീയം ഒരുപക്ഷെ തിരഞ്ഞെടുത്ത് അതിന് മുമ്പ് നോമിനേറ്റ് ചെയ്ത ഒരു പ്രതിനിധി കൊണ്ടുവന്ന് ന്യായമായ കാര്യങ്ങൾ ജനങ്ങളുടെ സൗഖ്യത്തിലേക്ക് എത്തിച്ചു കൊടുത്ത ഒരു മേയർ എന്ന നിലയ്ക്ക് എനിക്ക് അദ്ദേഹത്തെ ആദരിക്കാനും സ്നേഹിക്കാനും മാത്രമാണ് തോന്നുന്നത്. എങ്ങനുണ്ട് മച്ചു, നീയാണ് പുലി. ഇനി വീണ്ടാമതും വർഗീസേട്ടൻ വേദിയിലേക്ക് വരട്ടെ. സ്തുതി പാടൽ ആരംഭിക്കട്ടെ. തൃശ്ശൂരിന്റെ ഡെവലപ്മെന്റിന് വേണ്ടി അദ്ദേഹത്തിന്റെ മനസ്സിനകത്ത് വലിയ പ്രതീക്ഷയുള്ള ഒരാളാണ്. വലിയ വലിയ സംരംഭങ്ങൾ അദ്ദേഹത്തിന്റെ മനസ്സിനകത്ത് ഉള്ളിലുണ്ട് എന്ന് എനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. മേയർ ഒരു മിനിറ്റ് പ്രേക്ഷകരോടാണ് ഇത് കണ്ട് തെറ്റിദ്ധരിക്കല്ലേ. പുള്ളി ഇപ്പോഴും ഇടതുപക്ഷ തന്നെയാ. ഇതൊക്കെ മാന്യത കൊണ്ട് പറയണതാ. അങ്ങനെയല്ലേ മേയറെ ക്യാപ്സ്യൂൾ? യു കണ്ടിന്യൂ. അദ്ദേഹം ഇതെല്ലാം നമുക്ക് തുറന്നു കാണിക്കും. ജനം പ്രതീക്ഷയോട് കൂടിയാണ് അദ്ദേഹത്തെ തന്നെ വിജയിപ്പിച്ച് വിട്ടിട്ടുള്ളത് എന്നുള്ളതിൻ്റെ ഒരു തെളിവായി അദ്ദേഹം ഓരോ പ്രവർത്തനങ്ങളും മുന്നോട്ട് കൊണ്ടുപോകുമെന്നുള്ള പ്രതീക്ഷയോട് കൂടിയാണ് ഞാൻ നിൽക്കുന്നത്. അങ്ങനെ മേയറുടെ ഘോരമായ പ്രസംഗത്തിനൊടുവിൽ MP സ്ഥാനത്തിന് ഫിറ്റായ ആള് തന്നെ തൃശ്ശൂരിൽ MP ആയി വിജയിച്ചിരിക്കുന്നു. ആഘോഷിപ്പിൻ. എന്താ കരച്ചിലേക്കുന്നേ? ഒന്നും തുടങ്ങിയ കരച്ചില്ല, പിന്നെ ഇതുവരെ തീർന്നിട്ടില്ല. ഇനിയിപ്പോ ഇതൊക്കെ ചെവിയിൽ വെച്ച് നടക്കേണ്ട അവസ്ഥയാണ്. പിന്നെ അല്ലാണ്ട് തൃശ്ശൂരിലെ സുരേഷ് ഗോപിജിയുടെ ഭൂരിപക്ഷം കണ്ടിട്ട് ഞങ്ങളുടെ സുനിലേട്ടന്റെ കണ്ണ് തള്ളിപ്പോയില്ലേ. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണക്കാരൻ മേയർ തന്നെയാണെന്ന് ഉറച്ചു വിശ്വസിച്ചു. ഞാനിപ്പോൾ തൽക്കാലം എന്നെ പുറത്താക്കേണ്ടത് തീരുമാനിക്കേണ്ടത് CPM ആണ്.
ഞാൻ CPM-ന്റെ കൂടെ ഉറച്ചു നിന്ന് CPM എന്ത് പറയുന്നു അതനുസരിച്ചാണ് മുന്നോട്ട് പോകുന്നത്. അങ്ങനെ ദിവസങ്ങൾ പിന്നെയും കടന്നുപോയി. ഒരു ക്രിസ്മസ് കാലം വന്നെത്തി. ഇടതുപക്ഷത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്നു എന്ന് പറയപ്പെടുന്ന നമ്മുടെ മേയറിനെ കാണാൻ ഒരതിഥി വന്നു. ആരാന്ന് പറഞ്ഞാ ആരാണെന്നുള്ളത് ഇടവേളയ്ക്ക് ശേഷം പറയാം. അവിടെയാണ് ഫ്രണ്ട്ഷിപ്പിന്റെ 2ാം ഘട്ടം ആരംഭിക്കുന്നത്. ക്രിസ്മസ് ഈസ്റ്റർ ഒക്കെ ആവുമ്പോ ഇവിടെ ചിലര് കുറച്ച് വർഷമായിട്ട് സ്നേഹം വാരി വിതറി ക്രിസ്തീയ ഭവനങ്ങൾ സന്ദർശിക്കാൻ ഇറങ്ങുന്നുണ്ട്. സ്നേഹം വേണോ സ്നേഹം എന്ന് ചോദിച്ച് ഒരു സ്നേഹയാത്ര. സ്കൂളിലെ ക്രിസ്മസ് ആഘോഷം തടഞ്ഞിട്ട് ക്രിസ്മസ് അല്ല ശ്രീകൃഷ്ണ ജയന്തിയാണ് ആഘോഷിക്കേണ്ടതെന്ന് പറഞ്ഞ VHP പ്രവർത്തകരുടെ കേസൊക്കെ എന്തായാവോ. പിന്നെ പുൽക്കൂട് തകർത്തോര്, കാരൽ സംഘത്തെ ആക്രമിച്ചോര്, ഇവരൊക്കെ ഇപ്പൊ എവിടെയാണാവോല്ലേ? അല്ല, ഞാനൊരു ആത്മകഥം പറഞ്ഞതാ. കം ടു ദ പോയിന്റ്. അങ്ങനെ ക്രിസ്മസ് ദിനത്തിൽ നമ്മുടെ മേയറെ സന്ദർശിക്കാൻ ഒരു സ്പെഷ്യൽ അതിഥി എത്തി. ക്രിസ്മസ് സ്നേഹം പങ്കിടാൻ വീണ്ടും അവർ ഒന്നിക്കാണ് സുഹൃത്തുക്കളെ, ഒന്നിക്കാണ്. കഴിഞ്ഞ 4 വർഷമായിട്ട് ഞങ്ങളിങ്ങനെ ഈ ഒരു ദിവസം ഈസ്റ്ററിനും ക്രിസ്മസിനും ഇത്തരത്തിലുള്ള സന്ദേശങ്ങൾ കൈമാറലും സ്നേഹയാത്രയും ഞങ്ങൾ നടത്തുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് വന്നു. എവിടെ മേയർ? എവിടെ? സ്നേഹിച്ച് ഒരു മേയറെ അങ്ങോട്ട് എടുത്തോ? ചിലപ്പോൾ ആരും എൻ്റെ വീട്ടിൽ വന്നാലും നമുക്ക് അന്നേ ദിവസം ഒരു കേക്ക് മുറിക്കുക, ഒരു കേക്ക് കൊടുക്കുക, സന്തോഷം പങ്കിടുക. അത് ഞങ്ങളുടെ ക്രിസ്ത്യാനി എന്ന് പറയുന്ന എൻ്റെ ആശയം അതാണ്. അതിനകത്ത് ഇപ്പോൾ അവർ വന്നാലും കുഴപ്പമില്ല. സുരേന്ദ്രജിക്ക് വരാൻ തോന്നി, നല്ലത്. ക്രിസ്മസ് ദിനത്തിൽ കേക്ക് മുറിക്കണതും രാഷ്ട്രീയം നോക്കാണ്ട് സ്നേഹം പങ്കുവെക്കണതൊക്കെ നല്ല കാര്യം തന്നെയാണ്. പക്ഷെ സ്നേഹം ചിലർക്ക് മാത്രം കൊടുക്കുമ്പോൾ അതിലൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇല്ലേ? അല്ല, സ്നേഹയാത്ര എല്ലായിടത്തും പോകുന്നു പറഞ്ഞിട്ട് വേറെ മേയർമാരുടെ വീട്ടിലൊന്നും പോണത് കണ്ടില്ല. അതുകൊണ്ട് ചോദിച്ചതാ. അല്ല, മേയർ ചോറ് ഇവിടെയും കൂറ് അവിടെയുള്ള ഒരാളാണ്. എനിക്കതിൽ യാതൊരു അത്ഭുതം തോന്നിയിട്ടില്ല. കാരണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP സ്ഥാനാർത്ഥിക്ക് വേണ്ടി നേരിട്ടും പരോക്ഷമായും പ്രവർത്തിച്ച BJPക്ക് വേണ്ടി വർക്ക് ചെയ്ത ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മേയറായിരിക്കുന്ന ആളാണ് ഇപ്പോഴത്തെ മേയർ. കണ്ടോ, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ കാര്യം പറയണത് കണ്ടോ? മുറിവേറ്റ സിംഗത്തിന്റെ വാക്കുകളാണത്. പിന്നല്ലാണ്ട് ചിലരുടെ വാഴ്ത്തുപാട്ടുകൾ ഞങ്ങളുടെ സുനിലേട്ടനെ ചതിച്ചില്ലേ? ഇനിയെങ്കിലും പറയും മേയറെ, എന്താ നിങ്ങളുടെ മനസ്സിൽ? എൻ്റെ മനസ്സ് മുഴുവൻ എവിടെയാണെന്നറിയോ? ഇന്ന് ഞാനും എൻ്റെ ഉണ്ണിയേശുവുമായി ഒരുമിച്ചിരിക്കുക. ഇന്ന് സ്നേഹം മാത്രമേ ഉള്ളൂ. മറ്റു തരത്തിലുള്ള ഒരു ചിന്ത എൻ്റെ മനസ്സിലില്ല. ഇങ്ങനെ നിഷ്കളങ്കമായി ചിന്തിക്കുന്ന സംസാരിക്കുന്ന മേയറെയാണോ സുനിലേട്ടാ നിങ്ങൾ ഇങ്ങനെ സംശയിച്ചത്? അതിപ്പോൾ സുനിൽകുമാർ അങ്ങനെ പറയുന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ സുനിൽകുമാറിന് ഇപ്പം എന്തും പറയാം. കാരണം പുറത്താ നിൽക്കണേ. ഞാൻ ഒരു ചട്ടക്കൂടിൽ നിൽക്കുന്നതാ. പുറത്ത് നിൽക്കണ ആളാ? അത് ഞങ്ങളുടെ സുനിലേട്ടൻ നൈസായിട്ടൊന്ന് ഇൻസൾട്ട് ചെയ്താണല്ലോ. തെരഞ്ഞെടുപ്പിൽ തോൽപ്പിച്ചു എന്ന് കരുതി വലിയ ആളെ കളിക്കാൻ നിൽക്കണ്ടേട്ടാ. തിരിച്ചു വന്നിടാത്ത ദൂരയാത്ര എല്ലിതൻ സഖാക്കളെ അങ്ങനെ തുടങ്ങണ ഞങ്ങള്. വേണ്ടേട്ടാ. പിന്നെ സുനിലേട്ടൻ പറയണ പോലെ അല്ലാട്ടോ അവിടുത്തെ ചില CPIയുടെ കൗൺസിലർമാർ പറയണത്. ഒരു രാഷ്ട്രീയ നേതാവ് സന്ദർശിച്ചു എന്നുള്ളത് ഒരു തെറ്റായിട്ടുള്ള കാര്യമായിട്ട് കാണാൻ കഴിയില്ല. നിങ്ങളും കൂടി ഇനി ഞങ്ങളുടെ സുനിലേട്ടനെ തള്ളി പറയാനുള്ളൂ. തിരുപ്പതി, ഞങ്ങളുടെ സുനിലേട്ടൻ തിരുപ്പതി. ഇനി സ്നേഹത്തിന് വേണ്ടി ആരൊക്കെ എവിടെയൊക്കെ കേക്കും കൊണ്ട് പോവെന്തോ. കേക്ക് കൊണ്ടുപോണവരും കേക്ക് കഴിക്കണവരും ഒരു കാര്യം കേട്ടോട്ടാ, സ്നേഹം കൊണ്ട് മുറിവേറ്റ ഒരു മനുഷ്യനെ ഇവിടെയുള്ളൂ, അത് നമ്മുടെ സുനിലേട്ടനാണ്. പുള്ളി പാവം ജില്ലയിലെ പാർട്ടിക്കുള്ളിലെ സപ്പോർട്ട് പോലും കിട്ടാണ്ട് സിംഗിൾ പസംഗിയായി വിഷമിച്ചിരിക്കാണ്. സുനിലേട്ടൻ വിഷമിക്കണ്ട, നിങ്ങൾക്കും കേക്കും സപ്പോർട്ടും തരാൻ ആരെങ്കിലൊക്കെ വരുമായിരിക്കും.